ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് രാവിലെ മടിയില്ലാതെ നേരത്തെ എങ്ങനെ എഴുന്നേക്കാൻ പറ്റും, അതിനെന്തൊക്കെ ട്രിക്സുകളാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ദിവസം മുഴുവനും നമുക്ക് ഉന്മേഷമായിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് ഒരു മോർണിംഗിൽ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തലേ ദിവസം, അതായത് രാത്രി നല്ല ഉറക്കം കിട്ടണം. നല്ല ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് സന്തോഷമായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു 7 to 8 hours എങ്കിലും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയണം. അതും കണ്ടിന്യൂസ് സ്ലീപ്പായിരിക്കണം. ഒരു 90% രാവിലെ എഴുന്നേൽക്കാൻ ഉന്മേഷക്കുറവ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ ഒരു രീതിയുടെ ആയിരിക്കും. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേണും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ഉണ്ടായിരിക്കും. ബാക്കി എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്നതായിരിക്കും. ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഫങ്ഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിപ്രഷനും കാര്യങ്ങളുള്ളവർക്കും രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അനീമിയ ഉള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻ കൊണ്ടും രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എപ്പോഴും നമ്മുടെ സ്ലീപ്പിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ ശരിക്കും 10 മണിക്കാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഇന്ന് ഉറക്കം വരത്തില്ലേ? അതെ, അത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണെന്ന് പറയാം. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, നമ്മൾ ഏത് സമയത്താണോ എഴുന്നേറ്റിരിക്കുന്നത്, നമ്മൾ ഏത് സമയത്താണോ കിടക്കുന്നത്, അതിനനുസരിച്ച് എല്ലാ ദിവസവും പോകാനുള്ള, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ക്രമീകരിക്കാനുള്ള ആ ഒരു പവർ നമ്മുടെ ബ്രെയിനുണ്ട്. അപ്പം നമുക്ക് പുതുതായി ഒരു ടൈം സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന് വരെ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പുതിയൊരു ടൈം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമുക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 or 15 ഡേയ്സിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 6 മണിക്കാണ് നമുക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ആ 10 ദിവസം നമ്മൾ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് നോക്കുക. ശരിക്കും പറഞ്ഞാൽ 11ാമത്തെ ദിവസം അലാറം പോലും ഇല്ലാതെ നമ്മൾ എഴുന്നേൽക്കും. അതാണ് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ബോധമനസ്സ് എണ്ണീറ്റ് കഴിയും. ആ കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. ഇപ്പം സപ്പോസ് പറയുവാണെങ്കിൽ, ഇപ്പം നാളെ നമ്മുടെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ബ്രദറിൻ്റെ എന്തെങ്കിലും ഒരു വെഡ്ഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോവുകയാണെങ്കിലോ ഒക്കെ നമ്മൾ ആരെങ്കിലും വിളിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാണും, നമുക്ക് നാളെ പോവാണ്, അപ്പം നമ്മൾ എഴുന്നേൽക്കണം, ആ കറക്റ്റ് തന്നെ എഴുന്നേൽക്കണം. അപ്പം അതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, നാളെ പോകാനുള്ള കാര്യത്തിനൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റും എപ്പോഴും നമ്മളെ രാവിലെ എഴുന്നേൽക്കാൻ ഉന്മേഷവരാക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു വേക്കപ്പ് റീസൺ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമ്മളെ എന്താ പറയുക, ഒരു മുന്നോട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു പ്രതീക്ഷയാണ്. പിന്നെ നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ് എല്ലാം വൃത്തിയാക്കി വിരിച്ചിടുക. അപ്പം നമുക്ക് അത് കഴിഞ്ഞ് നമുക്കതൊന്ന് നോക്കുമ്പോൾ ഓക്കെ, ഞാനത് വൃത്തിയാക്കി ഇട്ടു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഉള്ളിൽ കയറും. പക്ഷെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോഴത്തേക്കും നമുക്കവിടെ ഹാപ്പി ഹോർമോൺ ഉണ്ടാവുക. ശരിക്കും ആ കുറച്ച് ചെറിയ കാര്യങ്ങൾ മതിയായിരിക്കും നമുക്ക് അന്നത്തെ ദിവസം മുഴുവനും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മുടെ ആ ഡോറൊക്കെ ഒന്ന് തുറന്ന് ആ നല്ല തണുത്ത കാറ്റും, അല്ലെങ്കിൽ ചെറിയ മഞ്ഞും, അല്ലെങ്കിൽ മഴയും, അല്ലെങ്കിൽ കിളിയിൽ കരയുന്ന സൗണ്ടും, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺ അവിടെ റിലീസ് ആവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം മുഴുവനും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ആ ഒരു സംഭവം നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, അല്ലെങ്കിൽ സ്കൂളിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു റൊട്ടീൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ പോകാം. പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വയ്യാതിരിക്കുമ്പോൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എഴുന്നേറ്റത് നെഗറ്റീവായി പോകത്തുള്ളൂ. അപ്പം അതിനാണ് ഞാൻ പറയുന്നത്, തലേ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഒരു ചെറിയ നോട്ടിൽ എന്താണോ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
പിന്നെ നമ്മളെ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് തലേ ദിവസം ഓവറായിട്ട് ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ. അത് തലേ ദിവസം തന്നെയല്ല, രാവിലെ എഴുന്നേറ്റാലും ചിലവർ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമുക്ക് കാണേണ്ടി വരും. അതിപ്പം സ്കിപ്പ് ചെയ്ത് നമ്മൾ പോകണം. അപ്പം ഓവറായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം നമുക്ക് നമ്മുടെ ടൈം പൊയ്ക്കൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് ക്ഷീണം ഉളവാക്കും. അത് കാരണം ഓവറായിട്ടുള്ള മൊബൈലിൻ്റെ യൂസേജ് കുറയ്ക്കുക. എപ്പോഴും നമ്മൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് മാറി പോസിറ്റീവ് തോട്ട്സിൽ നിന്ന്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്തിരിക്കുക. അതാണ് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നത്. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്കുള്ളത്, നമുക്ക് ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങളെപ്പറ്റി നമുക്ക് സന്തോഷിക്കുക. നമുക്ക് ഇല്ലാത്തതിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാവത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഉള്ളതിനെ മഹത്വം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ചിലർ ഉന്മേഷം കുറഞ്ഞത് കൊണ്ട് അത് കൂട്ടാൻ വേണ്ടിയിട്ട് ടീ, കോഫി അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അതും തെറ്റാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള കോഫി, ടീ ഒന്നല്ലെങ്കിൽ 2 അതിൽ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ കാര്യമായി ബാധിക്കും. പ്രത്യേകിച്ച് 6 മണിക്ക് ശേഷം ടീ, കോഫിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് നമ്മുടെ ഹാപ്പി ഹോർമോൺസ്, സെറോട്ടോണിൻ പോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. അത് നമ്മളെ എപ്പോഴും ഹാപ്പി ആക്കും. അതുകൊണ്ട് നമുക്ക് ഒത്തിരിയും ഗുണങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായിട്ട് നമ്മുടെ ബോഡിയിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം എക്സസൈസ് ചെയ്യുക. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയാറില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷമമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ മുഖത്ത് കാണും. കാരണം അവിടെ നമുക്ക് പ്രയാസം, ദുഃഖത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഹോർമോണിൻ്റെ ഇതാണ് നമ്മുടെ ഫേസിൽ ആ ഒരു ഡൾനെസ്സും കാര്യങ്ങളും. അതേസമയം നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഒരു തെളിച്ചവും ആ ഒരു സന്തോഷവും ആ ഒരു ഒരു ബ്രൈറ്റ്നെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന ഏത് കാര്യം, അതായത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണുക. ഇതിലൊക്കെ ഉപരി എന്ന് പറയുമ്പോൾ, ഞാൻ ഇപ്പം എൻ്റെ എഴുന്നേൽക്കുന്ന രീതിയിലെ ടൈമിങ്ങിൽ ഒരു വ്യത്യാസം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ എന്നിൽ വിശ്വസിക്കുക. കാരണം എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് വിശ്വസിക്കുക. ആരുണ്ട് പറഞ്ഞു, എന്നാൽ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം, ട്രൈ ചെയ്യാം എന്ന് പറയരുത്. കാരണം ഫസ്റ്റ് നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ നാളെ മുതൽ എഴുന്നേൽക്കാൻ ട്രൈ ചെയ്യുന്നല്ല, എഴുന്നേൽക്കും. അതാണ് നമ്മളിലൊരു ബിലീവ് വേണം, ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒന്ന് ബിലീവ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ബിലീവ് ചെയ്തു, നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കും. അപ്പം ഇന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുന്നതും, അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് എന്ത് കാര്യമാണ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും പല ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ റുട്ടീൻ എഴുതി വെക്കണം എന്ന് പറഞ്ഞല്ലോ, ആ റുട്ടീൻ നമ്മുടെ മനസ്സിൽ കൂടെ കാണുക. നമ്മൾ ആ റുട്ടീൻസ് എല്ലാം ചെയ്യുന്നതായിട്ടും അതെല്ലാം കംപ്ലീറ്റ് ആക്കിയതായിട്ടും നമ്മൾ മനസ്സിലൊന്ന് ഫീൽ ചെയ്യുക. നമ്മളീ ഫീൽ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വെറുതെ വൈകിട്ട് രാത്രി കിടന്നുറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു, ഓക്കെ ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്തു. ഓക്കെ, അതെല്ലാം ചെയ്ത് കിടന്നെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിൽ ആ സംഭവം ഉണ്ട്, നമ്മുടെ മൈൻഡ്. കാരണം നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ വിചാരിക്കുന്നത്, ഓക്കെ ഞാൻ മോശമാണ്, അല്ലെങ്കിൽ ഞാനൊരു പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ കുറവുകളുള്ളയാ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെയും അങ്ങോട്ട് പോവുകയുള്ളൂ. ഇല്ല, ഞാൻ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരും, എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും, എനിക്ക് ബെറ്റർ ആവാൻ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എന്ത് കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമുക്കത് പറ്റും ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ മുതൽ. അതാണ് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ
ഇമാജിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലോട്ട് ആ പവർ കയറി വരിക. കാരണം ഇന്ന് വരെ ട്രൈ ചെയ്യാത്ത കാര്യങ്ങളെ നമ്മൾ ട്രൈ ചെയ്യാൻ നമ്മുടെ മൈൻഡ് അതിനെ പ്രിപ്പയർ ആവുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഇൻടേക്ക്. കാരണം വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഈ വെള്ളം കുറയുന്നത് കൊണ്ട് പല ക്ഷീണങ്ങളും നമുക്കുണ്ടാവും. അപ്പം ചിലപ്പോൾ എല്ലാ ടൈമിലും ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായെങ്കിലും നമുക്ക് ആ സിംറ്റംസ് കാണിക്കണമെന്നില്ല. ചിലപ്പം ഫസ്റ്റ് കാണിക്കുന്നത് ക്ഷീണമായിരിക്കും, പക്ഷെ നമുക്കത് ഇതിൻ്റെ ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമുക്ക് ഒരു ചെറിയ ചൂടുവെള്ളം അത് നമുക്ക് കംഫർട്ടബിളായിട്ട് കുടിക്കാൻ പറ്റുന്ന ഏത് വെള്ളമാണോ അത് നമ്മൾ കുടിക്കുക. അതിലൂടെ നമുക്ക് ക്ഷീണം കുറയ്ക്കുകയും ഫ്രഷ് ആയിട്ട് നമുക്ക് രാവിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നാൽ, ഒന്ന്, നന്നായി ഉറങ്ങുക. 7 to 8 hours എങ്കിലും മാക്സിമം ഉറങ്ങുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള കോഫി, ടീ ഇൻടേക്ക് അത് അവോയ്ഡ് ചെയ്യുക, ആവശ്യത്തിന് കുടിക്കുക. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇൻടേക്ക്, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക, കറക്റ്റായിട്ട് കുടിക്കുക. നാലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈല് കറക്റ്റാക്കി കൊണ്ടുവരിക, ഒരു കറക്റ്റ് പാറ്റേൺ ആയിട്ട് കൊണ്ടുപോവുക. 5 പറയുമ്പോൾ മൊബൈലിൻ്റെയും ഒക്കെ ഓവറായിട്ടുള്ള യൂസ് കുറയ്ക്കുക. പിറ്റേ ദിവസത്തേക്കുള്ള ഒരു റൊട്ടീൻ തയ്യാറാക്കി വെക്കുക. എക്സസൈസ് ചെയ്യുക, പ്രത്യേകിച്ച് ബ്രീത്തിങ് എക്സസൈസ്, അത് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യും. 7 പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക, നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആലോചിക്കുക. 8 പറയുമ്പോൾ അലാറം സെറ്റ് ചെയ്യുക, നമ്മൾ കിടക്കുന്നതിനും കുറച്ച് അകലെയാക്കി മാറ്റി വെക്കുക. ഓരോ ഡേയ്സും നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എഴുന്നേൽക്കുക. എന്ന് വെച്ചാൽ നമുക്കൊരു ഗോള് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഡ്രീം ചെയ്യുക. അപ്പം നമുക്ക് എഴുന്നേൽക്കാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്നതുമായ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ ഡോറ് തുറന്ന് ആ ഒരു നല്ല ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കിളി കരയുന്ന സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ മഞ്ഞ് പൊഴിയുന്നത് കാണുക, അങ്ങനെയുള്ള പല സൗണ്ടുകളും ശരിക്കും നമ്മളെ അന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവായിട്ടിരിക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.